എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാലക്കുടി പട്ടണത്തിലേക്ക് വരുന്ന യാത്രികർ ഈ അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറാനായിട്ട് ബസ് കാത്തു നിൽക്കുന്ന ഈ ബാംഗ്ലൂർ, അതുപോലെ തന്നെ ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ കേരളം വിട്ട് പുറത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ബസ്സുകളെ കാത്തു നിൽക്കുന്ന യാത്രികരുടെ ഒരു അവസ്ഥയാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. ഈ അവസ്ഥ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എവിടെയെന്നറിയോ? നമ്മുടെ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗമുണ്ടല്ലോ, ഷാജു വാലപ്പൻ്റെ ബിൽഡിങ്ങൊക്കെ ഉള്ള ആ ഭാഗത്ത്, അതായത് ഫ്ലൈ ഓവർ സൗത്തിൽ നിന്ന് ഇറങ്ങി അത് കഴിഞ്ഞ് സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗം, ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ അവിടേക്കൊക്കെ സർവീസ് റോഡ് ഇറങ്ങുന്നുണ്ടല്ലോ, ആ ഭാഗം. അവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ ഭീകരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലഗേജുകളും ഇതൊക്കെ ആയിട്ട് ഈ യാത്രികർ അവിടെ ബസ് കാത്ത് നിൽക്കുകയാണ്. ഈ ടൂറിസ്റ്റ് ബസ്സുകൾ വരുന്ന വരവ് എവിടെ നിന്നാണ് അറിയാം? മിക്കവാറും തെക്ക് ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ നേരെ ഫ്ലൈ ഓവർ ഇറങ്ങി ഈ ഹൈവേയുടെ നടുക്കായിട്ടാണ് ഈ ബസ്സുകളൊക്കെ നിർത്തുന്നത്. അത് തന്നെ ഏറ്റവും വലിയ അപകടമാണ്. അതായത് ഫ്ലൈ ഓവർ ഇറങ്ങി വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിലായിരിക്കും വണ്ടികൾ വരുന്നത്. ഈ വണ്ടികൾ വരുന്ന സമയത്താണ് ഇവിടെ ഇതുപോലെ വാഹനങ്ങൾ നിർത്തി യാത്രികരെ കയറ്റുന്നത്. ഇനി അതിലുള്ള മറ്റൊരു അപകടം പറയട്ടെ. ഈ സർവീസ് റോഡിൻ്റെ കടകളുടെ ഭാഗത്ത് നിൽക്കുന്ന യാത്രികർ സർവീസ് റോഡ് ക്രോസ് ചെയ്തിട്ട് നേരെ ഹൈവേയുടെ അവിടെ പോയി യാത്രികർ കയറാണ്. അതിനുശേഷം അവർ തിരിച്ചു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ സർവീസ് റോഡിൽ കൂടെ വാഹനങ്ങൾ വരണ്ടാവും. അത് വന്ന് ഇടിച്ച് അപകടത്തിൽപ്പെടാം. അങ്ങനെ അപകടത്തിൽപ്പെട്ടു. ഒരു ചേട്ടൻ അദ്ദേഹത്തിൻ്റെ മകനെ ബസ് കയറ്റി വിടാൻ വേണ്ടി അവിടെ വന്ന് നിൽക്കായിരുന്നു. ആ മകനെ കയറ്റി തിരിച്ചു വരുന്ന സമയത്ത് അയാളുടെ രണ്ടാമത്തെ മകനെ വണ്ടി ഇടിച്ചു. വണ്ടി ആക്സിഡൻറ്റ് പെട്ടു. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. പിന്നീട് എന്താ സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയാൻ സാധിക്കില്ല. നമ്മുടെ ഫോളോവർ വിളിച്ച് പറഞ്ഞതാണ്. അതിഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്. ഞാൻ പറയുന്നത് ചാലക്കുടിയിൽ നിന്നും ബസ് കാത്തു നിൽക്കുന്ന യാത്രികരൊന്നും അത്ര മോശപ്പെട്ട ആൾക്കാരൊന്നല്ല. അവർക്ക് മാന്യമായിട്ട് ബസ് കയറാനായിട്ടുള്ളൊരു സൗകര്യം നമ്മുടെ പട്ടണത്തിലുണ്ടോ? മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ യാത്രികർ ആ ഫുട്പാത്തിലൊക്കെ വന്നിട്ട് ഇരുന്നിട്ടാണ് നിൽക്കുന്നത്, ഈ കുടയും പിടിച്ച്. രാത്രി സമയത്ത് അവിടെ പ്രദേശം കുറച്ചും കൂടി നീങ്ങി കഴിഞ്ഞാൽ അവിടെ ലൈറ്റിലൊന്നുമില്ല. ദയവ് ചെയ്ത് ഈ വാഹനങ്ങൾ, ഈ ഇൻ്റർസ്റ്റേറ്റ് ബസ് സർവീസുകൾ, ഈ സർവീസ് റോഡിൽ കൂടെ പോകാനായിട്ടൊരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ അപകട പ്രശ്നം ഉണ്ടാവില്ല. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ആരാണത് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഈ വണ്ടികളൊക്കെ തന്നെ കെ എസ് ആർ ടി സി ബസ്സുകൾ പോകുന്നത് അങ്ങനെയാണല്ലോ. അതായത് പാലം ഇറങ്ങി വന്നതിന് ശേഷം സർവീസ് റോഡ് കൂടി സൗത്ത് ജംഗ്ഷൻ കൂടി ഈ സർവീസ് റോഡിൽ കൂടെ കയറി പോകുന്നു. അങ്ങനെ ഒരു സൗകര്യമാണ് ഉണ്ടാക്കേണ്ടത്. ഈ ഹൈവേയിൽ തന്നെ നിർത്തി യാത്രികരെ കയറ്റുന്ന രീതി അത് അപകടമാണ്. അവിടെ അപകടം നടന്നിട്ടുണ്ട്. ഒരു ഫാമിലിക്കാണ് അപകടം പറ്റിയത്. ഞാൻ എടുത്ത് കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ബസ് സ്റ്റോപ്പ് വികസനം, ലക്ഷങ്ങളുടെ ബസ് സ്റ്റോപ്പ് വികസനം നടത്തിയിട്ടുള്ള ഒരുപാട് ജനപ്രതിനിധികൾ നമ്മുടെ ഈ ചാലക്കുടിയിലുണ്ട്. അവരൊക്കെ നടത്തി വെച്ചിരിക്കുന്ന ബസ് സ്റ്റോപ്പുകൾ കണ്ടു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ കോമഡിയാണ്. എന്തും ആയിക്കോട്ടെ, ചാലക്കുടിക്കാരായിട്ടുള്ള ആളുകളാണല്ലോ ബസ് കയറി പോകുന്നത്, അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത്. നമ്മുടെ ചാലക്കുടി പട്ടണം ഒരു അന്തസ്സില്ലാത്ത പട്ടണമാണെന്നുള്ളത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. കയറി നിൽക്കാനായിട്ടൊക്കെ ഒരു ഇടം, ഒരു ബസ് ഷെൽട്ടർ ആ ഭാഗത്ത് എവിടെയാണ്. ഞാനിത് മുന്നേ ഒരു തവണ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അതും ഇങ്ങനെയാണ്. രാത്രി കാലങ്ങളിൽ സ്ത്രീകളൊക്കെ മഴയത്ത് വന്ന് നിന്നിട്ടേ അവരൊരു അവസ്ഥ കണ്ടിട്ട്, നിങ്ങൾ മഴക്കാലാകുമ്പോൾ നോക്കിക്കോ, ഇത്തരം ബസ്സുകൾ കയറി ഇറങ്ങുന്ന യാത്രികർ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ട് ആരാണ് ഇതിൽ ഇടപെടൽ നടത്തേണ്ടത്? നഗരസഭയ്ക്ക് വേണമെങ്കിൽ ഇടപെടാം. ഹൈവേ അതോറിറ്റിനായിരിക്കും എല്ലാവരും വെക്കുക. അത് ഹൈവേയുടെ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും വെക്കുക. പക്ഷേ ചക്ക വേരുമ കാക്കി എന്ന് പറഞ്ഞ പോലെ നല്ല ജനപ്രതിനിധികൾ ഉണ്ടായി കഴിഞ്ഞാൽ ദുരിതമൊക്കെ മാറും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഈ വാഹനങ്ങൾ ഈ സർവീസ് റോഡ് വഴി വിടാനായിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കുക. നിങ്ങൾക്ക് നേരിട്ട് കാണാം ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ യാത്രികർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ സർവീസ് റോഡിലൂടെ വരുന്ന ഈ ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുണ്ടോ, അവരും ഇത് ബുദ്ധിമുട്ടാണ്. കാരണം ഈ ബസ് കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഈ ബന്ധുക്കളുടെ ഒരു വരവ് തന്നെ എല്ലാം സക്സസ് എന്നുള്ള രീതിയിൽ ഒറ്റ വരവാണ്. അവരും ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും വരുന്ന സമയത്ത്, ഈ പോകുന്ന സമയത്ത്, ഈ ലഗേജ് പിടിച്ച് പോകുന്ന സമയത്തൊക്കെ തന്നെ അപകടം ഉണ്ടാകുന്നുണ്ട്. ആരിടപെടുമെന്നറിയില്ല. ജനപ്രതിനിധികളെ മുന്നിലേക്ക് വെക്കുന്നു. ആരെങ്കിലും ഇതിൽ ഇടപെടൂ. ഇനി ഒരാളവിടെ മരിക്കണ വരെ നിങ്ങൾ കാത്തിരിക്കരുത് എന്ന് സ്നേഹപൂർവ്വം വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.